ചോറിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ള 2 റെസിപ്പീസാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു തോരനും അതുപോലെ തന്നെ നല്ലൊരു കറിയാണ്. മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീടിൻ്റെ അകത്ത് പോയി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അരിയാൻ കുറച്ച് സമയം വേണം. അപ്പോൾ മടിയുള്ളവരാണെങ്കിൽ സവാള വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഈ തോരൻ ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം വെച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് തേങ്ങയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കാരണം കുറച്ച് വലിയ വലിയ പീസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊന്ന് അടിയൊന്ന് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഏകദേശം 1/2 ടീസ്പൂൺ അത്രേ ഇടുന്നുള്ളൂ. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ കാണിക്കുന്നത് പാവയ്ക്ക വെച്ചിട്ട് ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ലൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, രണ്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കയ്പൊക്കെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്യാൻ. ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട, കാരണം നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം, എല്ലാവരും ഉപ്പ് പിടിക്കുന്നത് പോലെ. ഞാനിവിടെ ഏകദേശം ഒരു മീഡിയം സൈസുള്ള 1.5 കയ്പൊക്കെ എടുത്തിട്ടുണ്ട്. 2 എടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിനുള്ളൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു 5-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. 2.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. സാധാ മുളകാണെങ്കിൽ ഇത്ര എടുക്കരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാവയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. ഒട്ടും തന്നെ എണ്ണ ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ. അതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവരും എന്തായാലും കഴിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാനിത് സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നല്ല പഴുത്ത 2 ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ തക്കാളിയാണെങ്കിൽ 1 മതി. നന്നായിട്ട് തക്കാളി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക.
അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒരു 10-30 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് വെള്ളം ഞാൻ ചേർക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് ഞാനിത് എടുക്കുന്നത്, ഒരു കുഴമ്പ് പരുവത്തിൽ. നിങ്ങൾ അങ്ങനെ എടുത്താൽ മതി. ഒരുപാട് വെള്ളം പോലെ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം ഇതൊരു പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ ആവശ്യം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പാവയ്ക്ക ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കയ്പൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ആ പാവയ്ക്കയും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം കൂടി ഇതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ കിടക്കുന്ന റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.